ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ജില്ലാ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവുമായ സുരേഷ് കുമാർ ബി ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ബി ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ലഭിക്കേണ്ട തുച്ഛമായിട്ടുള്ള പെൻഷൻ 1.5 വർഷക്കാലമായിട്ട് നമ്മുടെ അംഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റ് ഏത് ജോലിക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിക്കാതെയുള്ളത്? അവർ നിലവിൽ അതിനകത്ത് പൈസ അടയ്ക്കുന്നെങ്കിൽ പോലും അവരുടെ തുക അതാത് മാസങ്ങളിൽ പെൻഷനായി കൊടുത്തുകൊണ്ട് എല്ലാ സർക്കാരും അവരെ പോറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ പ്രായമായ ഒരു സമയത്ത് ലഭിക്കേണ്ടതായിട്ടുള്ള ചെറിയൊരു തുക അത് എത്രയും പെട്ടെന്ന് കുടിശ്ശിക അടക്കം തരണമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമതെന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ ചേരുന്ന സമയം മുതൽ, അതായത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ ചേരുന്ന സമയം മുതൽ അത് നമ്മൾ പെൻഷൻ ആവുന്ന കാലം വരെ അതിൽ അടച്ചുകൊണ്ടിരിക്കുന്ന അംശാദായം, അതായത് നമ്മളതിൽ പെൻഷനാവുന്ന ആ കാലഘട്ടത്തിൽ സമയബന്ധിതമായി അത് തിരിച്ചു കൊടുത്ത് പൂർത്തീകരിക്കേണ്ടതാണ്. ആ പെൻഷൻ തുക നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ 2 വർഷക്കാലമായിട്ട് പെൻഷൻ ഈ അംശാദായം അടച്ചിരിക്കുന്ന ആ തുക പോലും കൊടുക്കാത്ത ഒരവസ്ഥയാണ്. നമ്മൾ അടച്ച തുകയാണ് നമുക്ക് തിരിച്ചു തരേണ്ടത്. അതുമാത്രമേ ചോദിക്കുന്നുള്ളൂ. പെൻഷൻ അല്ലെങ്കിൽ കൂടിയും ആ അംശാദായം എന്ത് തന്നെയായാലും നമുക്ക് തിരിച്ചു തരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി, ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക. അതായത് നമ്മൾ ഇതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന കാലം മുതൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഒന്നാമതായിട്ട് നമുക്ക് എന്തെങ്കിലും സൈറ്റിൽ വെച്ചുണ്ടാകുന്ന അപകടങ്ങൾ, ആ അപകടങ്ങൾക്ക് നമുക്ക് ചികിത്സാ സഹായം ലഭിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, നമ്മുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അതിന് ഒരു തുക തരുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് രാജു കപ്പണക്കാൽ അധ്യക്ഷത വഹിച്ചു. രജീഷ് MR സ്വാഗതം പറഞ്ഞു. 16 മാസത്തോളമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി പെൻഷൻ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക, അംശാദായ തുക 100 രൂപയായി വർദ്ധിപ്പിക്കുക, പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. മുൻ ജില്ലാ സെക്രട്ടറി പുരുഷോത്തമൻ, മുൻ ജില്ലാ പ്രസിഡന്റുമാരായ കൃഷ്ണൻ കൊട്ടോടി, കുഞ്ഞാമത് PA, വിദ്യാധരൻ C, ശ്രീജിത്ത് V, വിനീത് KV, തമ്പാൻ P എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ അബ്ദുള്ള AM നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.